माधवा कुंज विहारी जय राधा माधवा कुंज विहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधवा कुंज बिहारी गोपी जन वल्लभा गिरिवरधारी यशोदानंदन व्रज जन रंजन यमुनतीरावनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा हरे कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभु सदा जय प्रभु सदा सदा श्रील प्रभुपाद जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा हरि बोल हरि बोल हरि बोल सजरा सजरा हरि बोल हरि बोल ओम सजरा। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च
ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹകണ ലളിത ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണകരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. വിശ്വരൂപ ദർശനം എന്ന 11ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അർജുനൻ ഭഗവാന്റെ വിശ്വരൂപ ശരീരത്തില് കണ്ട കാര്യങ്ങള് വിവരിക്കുന്നതാണ് നമ്മൾ വായിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 26, 27 വരെ ഉള്ള ശ്ലോകങ്ങൾ നമ്മൾ എടുത്തിരുന്നു. നമുക്ക് 28 മുതൽ വായിച്ചു തുടങ്ങാം. ശ്ലോകം 28. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ഭ്രമന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്രാണ്യഭിവിജ്വലന്തി. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്രാണ്യഭിവിജ്വലന്തി. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്രാണ്യഭിവിജ്വലന്തി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യഥാ നദീനാം ബഹവോംബുവേഗ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്രാണഭിവിജ്വലന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ നദീനാം ബഹവോംബുവേഗഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്രാണ്യ അഭിവിജ്വലന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാത വിവർത്തനം ഭാവാർത്ഥവും. യഥാ എപ്രകാരമാണോ ബഹവഹ നദീനാം അനേകം നദികളുടെ അമ്പുവേഗാഹ വെള്ളത്തിലെ അലകൾ സമുദ്രം ഏവ സമുദ്രത്തെ തന്നെ അഭിമുഖാഹ അഭിമുഖീകരിച്ചുകൊണ്ട് ദ്രവന്തി പാഞ്ഞൊഴുകുന്നത് തഥാ അപ്രകാരം അമീ നരലോകവീരാഹ ഈ വീരയോദ്ധാക്കൾ തവ അങ്ങയുടെ വക്ത്രാണി വായുകളിലേക്ക് അഭിവിജ്വലന്തി ജ്വലിച്ചുകൊണ്ട് വിശന്തി പ്രവേശിക്കുന്നു. എപ്രകാരമാണോ അനേകം നദികളുടെ വെള്ളത്തിലെ അലകൾ സമുദ്രത്തെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് പാഞ്ഞൊഴുകുന്നത് അപ്രകാരം ഈ വീരയോദ്ധാക്കൾ അങ്ങയുടെ വായുകളിലേക്ക് ജ്വലിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 27ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിരുന്നു. തേ ഭയാനകാനി വക്ത്രാണി ത്വരമാണാനി വിശന്തി. വായുകളിലേക്ക് വളരെ ദ്രുതഗതിയിലെ പ്രവേശിക്കുന്നു ആര്? ഈ വീരയോദ്ധാക്കള്. അപ്പോ അതിനുള്ള 2 ഉദാഹരണങ്ങളാണ് ഈ ശ്ലോകത്തിലും അടുത്ത ശ്ലോകത്തിലും അർജുനൻ ഇവിടെ പറയുന്നത്. എപ്രകാരമാണ് ഈ യോദ്ധാക്കള് ഭഗവാന്റെ വായ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള
രണ്ട് ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം തന്നെ വീരയോദ്ധാക്കളാണ്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നരലോക വീരയോദ്ധാക്കളാണ് ഇവരെല്ലാം. എന്നിട്ട് പോലും അവർക്കാർക്കും തന്നെ രക്ഷപ്പെടാൻ യാതൊരു പഴുതും ഇല്ല. അപ്പോ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. എപ്രകാരമാണ് നദികളുടെ അലകള് സമുദ്രത്തെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് പാഞ്ഞൊഴുകുന്നത്. നമുക്ക് ഈ വർഷകാലത്തൊക്കെ നോക്കി നിന്ന് കാണാം, ഈ നദികൾ ഇങ്ങനെ വളരെ വേഗത്തിൽ പാഞ്ഞൊഴുകുന്നത് കാണാം. ഇവിടെ മുമ്പിൽ തന്നെ ഗംഗാ നദി ഉണ്ട്. അപ്പൊ അതിൽ കൂടെ ഇങ്ങനെ ഈ കാടും പടലും ഒക്കെ ഇങ്ങനെ എന്തൊരു സ്പീഡിലാണ് പോകുന്നത്. അതെല്ലാം എത്തിച്ചേരുന്ന എവിടെയാണ്? സമുദ്രത്തില്. അപ്പൊ അതിനെ ആർക്കും തന്നെ തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ കൗരവർക്ക് പാണ്ഡവരോട് ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കൗരവരുടെ കൂടെ നിൽക്കുന്ന എല്ലാ യോദ്ധാക്കൾക്കും പാണ്ഡവരോട് ശത്രുത ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും അവർക്ക് പോലും ഈ ഇങ്ങനെ ഒരു അന്ത്യം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അവർക്കിപ്പോ യുദ്ധം ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ അവരുടെ അതൊരു ഉപജീവന മാർഗമാണ്. ഈ നമ്മളുടെ തന്നെ സൈന്യത്തിലിപ്പോ ഓരോ അതിരുകൾ കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടാളക്കാർ പോയി നിൽക്കുന്നുണ്ട്. അപ്പോ വ്യക്തിപരമായിട്ട് അവർക്ക് പാകിസ്ഥാൻകാരോട് അങ്ങനെ പ്രത്യേകിച്ച് യുദ്ധമോ അങ്ങനെയൊന്നും ശത്രുതയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു യുദ്ധം വരുമ്പോൾ അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ യോദ്ധാക്കൾ എല്ലാവരും വീരയോദ്ധാക്കളാണ്. അപ്പൊ അവരെല്ലാം കൗരവരുടെ ആ വശത്ത് ചേരാനായിട്ട് തീരുമാനിച്ചു. അപ്പോ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരെല്ലാവർക്കും ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഒരു സാധാരണ ഒരു അന്ത്യമല്ല. ഭഗവാന്റെ ആ വായ്ക്കകത്തേക്ക് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ പാഞ്ഞൊഴുകുന്നത് പോലെ അതിങ്ങനെ യോദ്ധാക്കളെല്ലാവരും തന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭഗവാനാണെന്നുണ്ടെങ്കിലോ ആ വായു തുറന്നു പിടിച്ചിട്ട് അങ്ങനെ വളരെ ശാന്തനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഭഗവാന്റെ വായ്ക്കകത്തേക്ക് ഈ വീരയോദ്ധാക്കളെല്ലാം ഇങ്ങനെ പാഞ്ഞു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അർജുനൻ ഇത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോ യുദ്ധം തുടങ്ങിയിട്ടില്ല, പക്ഷെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഭഗവാനോട് അർജുനന് വളരെ മുൻകൂട്ടി തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തില്. ശ്ലോകം 29. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രദീപ്തം ജ്വലനം പതാംഗ വിശന്തി നാശായ സമർത്ഥവേഗ തദേവ നാശായ വിശന്തി ലോക തവാപി വക്ത്രാണി സമർത്ഥവേഗ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തദൈവ നാശായ വിശന്തി ലോക തവാപി വക്ത്രാണി സമൃദ്ധവേഗ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമർത്ഥവേഗഃ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമർത്ഥവേഗാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗഃ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധ വേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ സ്തവാപി വക്രാണി സമൃദ്ധ വേഗാഃ. ഹരേ കൃഷ്ണ. यदा प्रदीप्तं ज्वलनं पतङ्गा विशन्ति नाशाय समुद्रवेगा तदैव नाशाय विशन्ति लोकास्तवापि वक्त्राणि समुद्रवेगा. ഹരേ കൃഷ്ണ. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗ തദൈവ നാശായ വിശന്തി ലോകാസ്തവാപി വക്രാണി സമൃദ്ധവേഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാരവർത്തനവും ഭാവാർത്ഥവും. യഥാ എപ്രകാരമാണോ പതംഗാഹ ഈയാമ്പാറ്റകൾ സമൃദ്ധവേഗാഹ അതിവേഗത്തിൽ നാശായ നശിക്കുന്നതിനു വേണ്ടി പ്രദീപ്തം കത്തിയാളുന്ന ജ്വലനം അഗ്നിയിൽ വിശന്തി പ്രവേശിക്കുന്നത് തഥൈവ അപ്രകാരം തന്നെ ലോകാഹ അഭി ഈ ജനങ്ങളെല്ലാം തന്നെ സമൃദ്ധവേഗാഹ അതിവേഗതയോടെ നാശായ നാശത്തിനായിക്കൊണ്ട് തവ വക്ത്രാണി അങ്ങയുടെ വായുകളിലേക്ക് വിശന്തി പ്രവേശിക്കുന്നു. എപ്രകാരമാണോ ഈയാമ്പാറ്റുകൾ അതിവേഗത്തിൽ നശിക്കുന്നതിന് വേണ്ടി കത്തിയാളുന്ന അഗ്നിയിൽ പ്രവേശിക്കുന്നത് അപ്രകാരം തന്നെ ഈ ജനങ്ങളെല്ലാം തന്നെ അതിവേഗതയോടെ നാശത്തിനായിക്കൊണ്ട് അങ്ങയുടെ വായുകളിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പുതുമഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സന്ധ്യാസമയത്ത് ഇങ്ങനെ ഈ അമ്പാറ്റകൾ മണ്ണിൻ്റെ നിന്ന് വരുന്നത് കാണാം. അത് ആ വെളിച്ചത്തിലേക്ക് ഇപ്പൊ എവിടെയെങ്കിലും തീ കത്തുന്നുണ്ടെങ്കിൽ നേരെ ആ തീയിലേക്ക് ചെന്ന് ചാടും അത്. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും നല്ലൊരു ചൂടുള്ള ബൾബ് പ്രകാശിക്കുന്നതിനെ നേരെ അതിൽ ചെന്ന് തട്ടി അതിന്റെ ആയുസ് അതോട്ട് തീർന്നു. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഭഗവാനോട് ആ ശത്രുതാ മനോഭാവം ഉള്ളവര് അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ കൗരവരുടെ പക്ഷം ചേർന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഈ വീരയോദ്ധാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ ഈ ഈയാമ്പറ്റയ്ക്ക് സംഭവിക്കുന്നത് പോലെ ഉള്ള ഒരു അന്ത്യം ആണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോ നമ്മുടെ ആധ്യാത്മിക പുരോഗതിയുടെ മാർഗത്തിലും ഇതുപോലുള്ള പല സംഭവങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ പലതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അപരാധങ്ങളും അറിയാതെ ചെയ്യുന്ന അപരാധങ്ങളും എല്ലാം നമ്മൾ മുൻ ജന്മങ്ങളിലും ഇതുപോലെ പല രീതിയിലുള്ള അപരാധങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഈ ജപമാലയിൽ ജപിക്കാൻ തുടങ്ങി, ഭഗവാന് നിവേദിക്കാൻ തുടങ്ങി, പക്ഷെ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ മുൻ ജന്മങ്ങളിൽ എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലമെല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. അപ്പോ അതാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രവിധിക്കനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. നമുക്ക് കൃഷ്ണാബോധത്തെ മുന്നോട്ട് പോകാൻ എന്താണ് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ സ്വീകരിക്കുക. അതിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ വർജിക്കുക. അതുപോലെ തന്നെ അപരാധങ്ങളിൽ നിന്ന് നമ്മൾ എപ്പോഴും വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. പല രീതിയിലുള്ള അപരാധങ്ങളെ പറ്റിയിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. വൈഷ്ണവാപരാധം, സേവാപരാധം, നാമാപരാധം, അങ്ങനെ ഒരുപാട് അപരാധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമ്മൾ അറിയാതെയാവും ചിലപ്പോൾ ഒരു വൈഷ്ണവനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കമന്റ് പറയുന്നത്, പക്ഷെ അതിനും പ്രതികരണം ഉണ്ടാകും. അപ്പോ
കഴിയുന്നതും നമ്മൾ നമ്മളുടെ തന്നെ സാധന ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അപരാധങ്ങളിൽ നിന്നും പോകാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് അറിയാതെ പറ്റുന്ന പല അപരാധങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, മൃഗരാജാവിന്റെ ചരിത്രം ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോ അബദ്ധവശാൽ ഒരു ബ്രാഹ്മണനും ദാനം ചെയ്ത പശു തിരിച്ച് തന്റെ ഇത് ആലയിലേക്ക് വന്നു. അപ്പോ വീണ്ടും അടുത്ത ബ്രാഹ്മണന് അതേ പശുവിനെ തന്നെ കൊടുക്കാനിടയായി. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അദ്ദേഹം അറിയാതെ പറ്റിപ്പോയതാണ്. പക്ഷെ ബ്രാഹ്മണൻ കോപിഷ്ഠനായ അദ്ദേഹത്തിന് പല്യായിരത്തിരട്ടി എന്ന് പറഞ്ഞ് ശാപവും കൊടുത്തു. പിന്നീട് ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ നമ്മളുടെ എല്ലാം തന്നെ ജീവിതത്തിൽ പല അപരാധങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ വീരയോദ്ധാക്കൾക്കും അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള അവരുടെ ആ തെറ്റുകൾക്കനുസരിച്ചുള്ള ശിക്ഷകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയിട്ടുള്ള ഒരു കാര്യം. ശ്ലോകം 30. ലേലിഹ്യസ്യേ ഗ്രസമാനസ്സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ലേലിഹ്യസ്യേ ഗ്രസമാനസ്സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ലേലിഹ്യസ്യേ ഗ്രസമാനസ്സമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ലേലിഹ്യസ്യ ഗ്രസമാനസമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസസ്തവോഗ്രോ പ്രതപന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലേലിഹ്യസേ ഗ്രസമാനസമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലേലീകൃസേ ഗ്രസമാനസമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാം പ്രതപന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലേലിഹ്യസേ ഗ്രസമാനസമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം വാസവസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരെ വിവർത്തനം ഭാവാർത്ഥവും. വിഷ്ണു, ഹേ വിഷ്ണു, സമഗ്രാൻ ലോകാൻ ചുറ്റുപാടുമുള്ള ജനങ്ങളെ ജ്വലദ്ഭിഹി വദനൈഹി ജ്വലിക്കുന്ന വദനങ്ങൾ കൊണ്ട് സമന്താത് ഗ്രസമാനഹ എല്ലായിടത്തും വിഴുങ്ങിക്കൊണ്ട് ലേലിഹ്യസേ അങ്ങ് നക്കിയെടുക്കുന്നു തവ അങ്ങയുടെ തേജോഭിഹി തേജസ് കൊണ്ട് സമഗ്രം ജഗത് സമസ്ത ജഗത്തിനെയും ആപൂര്യ ആവരണം ചെയ്തിട്ട് ഉഗ്രാഹാഭാസഹ ഉഗ്രമായ കിരണങ്ങളെ കൊണ്ട് പ്രതപന്തി ദഹിപ്പിക്കുന്നു. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ ജ്വലിക്കുന്ന വദനങ്ങൾ കൊണ്ട് എല്ലായിടത്തും വിഴുങ്ങിക്കൊണ്ട് അങ്ങ് നക്കിയെടുക്കുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് സമസ്ത ജഗത്തിനെയും ആവരണം ചെയ്തിട്ട് ഉഗ്രമായ കിരണങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുന്നു. നമ്മുടെ 26-ാമത്തെ ശ്ലോകം മുതൽ അർജുനൻ ആ ഭഗവാന്റെ വിശ്വരൂപത്തിൽ കണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് വിവരിക്കുന്നതാണ് നമ്മൾ വായിച്ചു വരുന്നത്. അപ്പോ ഇത് വാസ്തവത്തിൽ ഭഗവാൻ അങ്ങനെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അർജുനനെ വിശ്വരൂപം കാണിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ അർജുനന്റെ ആഗ്രഹമായിരുന്നു അത്. അങ്ങ് ഇപ്പൊ വിവരിച്ച കാര്യങ്ങൾ, 10-ാം അധ്യായത്തിൽ വിവരിച്ച കാര്യങ്ങളെല്ലാം അങ്ങ് അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഭഗവാൻ അർജുനന് ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ അർജുനൻ അത്ഭുതസ്ഥനായി ഭയഭീതനായി
അങ്ങനെയാണ് ആ കണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോ അത് നമ്മളുടെ അറിവിലേക്ക് വേണ്ടി അർജുനൻ പകർന്നു തരുകയും ചെയ്യുന്നു. ഭഗവാൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പിടിച്ച് ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഒരുപാട് കൈകളും വദനങ്ങളും എല്ലാം ഉണ്ട് എന്ന് നമ്മളിപ്പോ അർജുനൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. അപ്പോ എന്നിട്ട് പോലും ഭഗവാൻ അങ്ങനെ കൈ നീട്ടി ഓരോരുത്തരെയും പിടിച്ച് ഭക്ഷിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജ്വലദ്ഭിഹി വദനൈഹി, ആ ജ്വലിക്കുന്ന വദനങ്ങൾ കൊണ്ട് സമന്താഗ്രസ്മാനഹ, എല്ലായിടത്തും വിഴുങ്ങിക്കൊണ്ട് ലേലിഹ്യസ്യ, അങ്ങ് നക്കിയെടുക്കുന്നു. അപ്പോ ആ ഭഗവാന്റെ ആ തിരുമുഖത്ത് നിന്ന് അങ്ങനെ നാക്കിങ്ങനെ നീണ്ടു പുറത്തേക്ക് വന്നിട്ട് ചുറ്റുപാടുള്ളവർക്ക് അങ്ങനെ വലിച്ചെടുക്കുക, നാക്കുകൊണ്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതും ആ നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു തണുത്തൊരു നാക്കൊന്നുമല്ല, ഉഗ്രാഹ ഭാഷ, വളരെ അത്യുഗ്രമായിട്ടുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന നാക്കുകളാണ്. അപ്പൊ അങ്ങനെ അങ്ങ് നാക്കുകൊണ്ട് നക്കിയെടുത്തിട്ട് അവരൊക്കെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് മാത്രമല്ല, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ് കൊണ്ട് തന്നെ എല്ലാവരും ദഹിക്കുകയും ചെയ്യുന്നു. അപ്പോ ഭഗവാന്റെ ഏതൊരു അവയവങ്ങൾക്കും എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രഹ്മസംഹിതയിൽ അത് പഠിച്ചിട്ടുണ്ട്. അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തി മന്ദിഹി എന്ന് പറയുന്നത്. ഇപ്പൊ ഭഗവാന് നമ്മളറിയാം, നമ്മൾ നൈവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ ഒന്ന് കണ്ണുകൊണ്ട് നോക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഭഗവാൻ അത് ഭക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് പ്രസാദമായിട്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തിരിച്ചു തരാണ് ചെയ്യുന്നത്. ഭഗവാന് വേണമെങ്കിൽ അത് ഭക്ഷിക്കുകയും ചെയ്യാം, പക്ഷെ ഭഗവാൻ അതീവ കാരുണ്യവാനായതുകൊണ്ട് നമുക്ക് പ്രസാദം വേണമല്ലോ എന്ന് കരുതിയിട്ട് ഭഗവാൻ നമുക്ക് അത് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ അറിയാം, നമ്മള് കഥ പഠിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഇതുപോലെ അച്ഛൻ എവിടെയോ പോയ സമയത്ത് ഒരു കുട്ടിയോട്, മകനോട് ഇത് നൈവേദ്യം സമർപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ നൈവേദ്യം സമർപ്പിച്ചിട്ട് ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, അങ്ങ് എടുക്കൂ. അപ്പോ രഘുനന്ദൻ, അതെ, രഘുനന്ദൻ ഠാക്കൂർ. അപ്പോ എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ കുട്ടി കരയാൻ തുടങ്ങി ഭഗവാൻ എടുക്കുന്നില്ല എന്ന് കണ്ടിട്ട്. അപ്പൊ ഭഗവാൻ ശരി ഇന്ന് ഞാൻ കഴിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ എടുത്ത് കഴിച്ചു. അങ്ങനെ കാലിപാത്രവും കൊണ്ട് വീട്ടിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ചു വന്നപ്പോ അച്ഛൻ ചോദിച്ചു, പ്രസാദം എവിടെ? പ്രസാദം ഒന്നും ബാക്കിയില്ല, അതുകൊണ്ട് ഭഗവാൻ കഴിച്ചു എന്ന് പറഞ്ഞു. ഭഗവാൻ കഴിക്കേ? അങ്ങനെ ഒരു ദിവസം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. വീണ്ടും അടുത്ത ദിവസം മകനെ തന്നെ വിട്ടു. എന്നിട്ട് ഇദ്ദേഹം അങ്ങനെ വിഗ്രഹത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. അപ്പോ അത് നൈവേദ്യം സമർപ്പിച്ചിട്ട് മണിയടിച്ച് ഭഗവാനെ വിളിച്ചു. ഭഗവാൻ അന്നെടുത്ത് കഴിക്കണം. അപ്പോ നേരിട്ട് കണ്ടു അദ്ദേഹം. അപ്പോ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. യഥാമാം പ്രബുദ്ധന്തി താം സദൈവ ഭജാമ്യഹം. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, അതനുസരിച്ച് ഭഗവാൻ അതിനുള്ള തക്കതായിട്ടുള്ള പ്രതിഫലം തരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ നമ്മളെ പറഞ്ഞു വരുന്നത്, ഭഗവാന്റെ ഏതൊരു അവയവങ്ങൾക്കും മറ്റൊരു അവയവങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഈ വിശ്വരൂപത്തില് ആ ഭഗവാന്റെ എല്ലാ അവയവങ്ങളും അതേപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യം അർജുനന് കാണേണ്ടി വരുന്നത്. ശ്ലോകം 31. ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീദ വിജ്ഞാതുമിജ്ഞാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി പ്രവൃത്തിം. ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീദ വിജ്ഞാതുമിജ്ഞാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഖ്യാഹിമേ കോ ഭവനുഗ്രരൂപോ നമസ്തു ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജനാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു ശ്രീല പ്രഭുപാദർക്കിയെ ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം ഇപ്പൊ തന്നെ. ആഖ്യാഖിമേ കോ ഭവന ഗുരുരൂപോ നമോസ്തു ദേ ദേവവര പ്രസീദ വിജ്ഞാതിമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവർത്തി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആഖ്യാഹി മേ നമസ്തേ ദേവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാകരനും ഭാഗത്തും ദേവവര, ഹേ ദേവാദിദേവ, ഉഗ്രരൂപ, ഉഗ്രമൂർത്തി, ഭവാൻ അങ്ങ്, കഹ ആരാണ് എന്ന് ആഖ്യാഹി പറഞ്ഞു തന്നാലും, തേ അങ്ങേക്ക്, നമഃ അസ്തു എന്റെ നമസ്കാരം, പ്രസീത എന്നിൽ പ്രസാദിച്ചാലും, ആദ്യം ആദിപുരുഷനായ ഭവന്തം അങ്ങയെ, വിജ്ഞാതും അറിയുന്നതിന് ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു, ഹി എന്തെന്നാൽ, തവ അങ്ങയുടെ, പ്രവൃത്തി ദൗത്യം എന്താണെന്ന് ന പ്രജാനാമി എനിക്ക് മനസ്സിലാകുന്നില്ല. ഹേ ദേവാദിദേവ, ഉഗ്രമൂർത്തി, അങ്ങ് ആരാണ് എന്ന് പറഞ്ഞു തന്നാലും, അങ്ങേക്ക് എന്റെ നമസ്കാരം, എന്നിൽ പ്രസാദിച്ചാലും, ആദിപുരുഷനായ അങ്ങയെ അറിയുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്തെന്നാൽ അങ്ങയുടെ ദൗത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ, അതാണ് അർജുനൻ ഇതെല്ലാം കണ്ടതിന് ശേഷം അർജുനന് സംശയമായി. കാരണം ഇത്ര നാളെന്ന താൻ വിചാരിച്ച പോലെ ആണോ ഭഗവാൻ എന്നുള്ള ഒരു സംശയം. വാസ്തവത്തിൽ അർജുനന് സംശയം ഇല്ല. നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് അർജുനൻ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അർജുനൻ എന്താണ് ചോദിക്കുന്നത്, അങ്ങ് ആരാണ്, എന്താണ് അങ്ങയുടെ ഉദ്ദേശം? അപ്പൊ അർജുനൻ അത് അറിയാത്തതല്ല. കാരണം നേരത്തെ നമ്മൾ 10-ാം അധ്യായത്തിൽ അർജുനൻ വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിരുന്നു. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം പവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അചംബികം നമ്മൾ വായിച്ചിരുന്നു. പരബ്രഹ്മമാണ്, പരംധാമമാണ്, പവിത്രമാണ്, പരമായിട്ടുള്ള ആദിപുരുഷനാണ്. ഇതെല്ലാം അർജുനൻ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള അർജുനന് എന്തുകൊണ്ട് ഇങ്ങനൊരു സംശയം വന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ അർജുനൻ ഇത്ര നാൾ ധരിച്ചിരുന്നതെല്ലാം തന്നെ ആ ഭഗവാന്റെ വിശ്വരൂപം കണ്ടപ്പോൾ അതെല്ലാം തന്നെ മറന്നുപോയി അർജുനൻ. അപ്പോ നമ്മള് ഇതൊന്നും കാണാതെ തന്നെ ഭഗവാനെ നമ്മൾ ഓർക്കുന്നില്ല അല്ലെ? നമ്മള് ഭഗവാനെ കുറിച്ച് എപ്പോഴും നമ്മൾ മറവിയാണ്. നമ്മൾ ഭഗവാനെ കുറിച്ച് എപ്പോഴാ ഓർക്കുന്നത് ചോദിച്ചാൽ അത് വളരെ കുറച്ച് സമയം ഉണ്ടാകുള്ളൂ. ബാക്കി സമയം മുഴുവൻ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുണ്ടാവും. അപ്പോ ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോ നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം എന്താണ്, ഇപ്പൊ ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം അറ്റുപോകാനായിട്ടുള്ള കാരണം എന്താണ്, ഇനി എങ്ങനെ നമുക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കാം? അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ഒരു ഭക്തി ജീവിതത്തിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട സംശയങ്ങളാണ്. അതിനെയാണ് സംബന്ധം, അഭിധേയം, പ്രയോജനം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ശാസ്ത്രങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ആചാര്യന്മാരുടെ തിരുമുഖത്തു നിന്നും നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം. അതിനെയാണ് അഥാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് ഉപനിഷത്തുകളിൽ പറയുന്നത്. അപ്പോ നമ്മളുടെ വാസ്തവത്തിലെ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം തന്നെ കാരണം നമ്മളുടെ ഈ ഒരു മറവിയാണ്. നമ്മളെ കുറിച്ചിട്ടുള്ള മറവി
അതുപോലെ തന്നെ ഭഗവാനെ കുറിച്ചിട്ടുള്ള മറവി. ഈ മറവിയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിട്ട് നമ്മൾ ഇപ്പൊ അർജുനൻ ചോദിച്ചതുപോലെ അങ്ങ് ആരാണ്, ഞാൻ ആരാണ് എന്ന് നമ്മൾ സ്വയം ചോദിച്ചു തുടങ്ങുമ്പോൾ നമുക്കും ആ ഭഗവാനുമായിട്ട് നമ്മുടെ അറ്റുപോയ ആ ബന്ധം നമുക്കും വീണ്ടും പുനഃസ്ഥാപിക്കാനും അതുവഴി നമുക്ക് ഭക്തിമാർഗത്തില് മുന്നേറാനായിട്ട് സാധിക്കും. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരാംശം. അപ്പോ അർജുനൻ തന്റെ സംശയങ്ങളെല്ലാം പ്രകടിപ്പിച്ചു, കണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോ അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങും. ശ്ലോകം 32. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകാക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത കൃതേപി ത്വം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യോ അവസ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ഹരേ കൃഷ്ണ. ഹരേ హరే కృష్ణ. കൃഷ്ണ. శ్రీ భగవాన్ వాజ శ్రీల ప్రభాతరికి ఓ నమో భగవదే వాసుదేవాయ. శ్లోకం 32. కాలోస్మి లోక క్షయకృత్ ప్రవర్తో లోకాన్ సమాహర్తుమిహ ప్రవర్త కృత్యోపి త్వం న భవిష్యంతి సర్వే యో అవస్థితా ప్రత్యనీకేషు యోధాః. హరే కృష్ణ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച കാലോസ്മി ലോകാക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ കൃതേപി ത്വം ന ഭവിഷ്യന്തി സർവേ ഏവ സ്ഥിതാ പ്രത്യനീകേഷു യോധാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതി വർത്തനം ഭാവാർത്ഥം. ശ്രീ ഭഗവാൻ വാച പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ലോകക്ഷയകൃത് സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലഹ അസ്മി കാലമാകുന്നു ഞാൻ. ലോകാൻ ഈ കാണുന്ന ജനങ്ങളെ എല്ലാം സമാഹർത്തും നശിപ്പിക്കുവാനാണ് ഇഹ ഈ ലോകത്തിൽ പ്രവൃത്തഃ ഞാൻ വന്നിരിക്കുന്നത്. ത്വം മൃതേ നിങ്ങൾ പാണ്ഡവരൊഴികെ പ്രത്യനികേഷു ഇരു കക്ഷിയിലും അവസ്ഥിതാഹ സ്ഥിതി ചെയ്യുന്ന യോദ്ധാഹ യോദ്ധാക്കൾ സർവേ അഭി എല്ലാവരും ന ഭവിഷ്യന്തി കൊല്ലപ്പെടും. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെ എല്ലാം നശിപ്പിക്കുവാനാണ് ഈ ലോകത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ ഇരു കക്ഷിയിലും സ്ഥിതി ചെയ്യുന്ന യോദ്ധാക്കൾ എല്ലാവരും കൊല്ലപ്പെടും. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്, അതുപോലെ തന്നെ തൻ്റെ സുഹൃത്താണ് എന്നെല്ലാം അറിയാമായിരുന്നിട്ടും ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ചപ്പോഴും അർജുനൻ അമ്പരന്നു പോയി. അപ്പൊ അതുകൊണ്ടാണ് 31-ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയുന്നത്, തവ പ്രവൃത്തി ന പ്രജാനാമി, അങ്ങയുടെ ദൗത്യം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. സർവസംഹാരിയായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഭീകര രൂപമാണ് അർജുനൻ തന്റെ മുന്നിൽ കാണുന്നത്. ആ സർവസംഹാരിയായിട്ടുള്ള ഭഗവാൻ ബ്രാഹ്മണരെ പോലും അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളെയും അതിന്റെ സമയാസമയങ്ങളിൽ നശിപ്പിക്കും എന്നുള്ളത് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രീലപ്രഭാതർ
ഭാവാർത്ഥത്തിൽ ഇവിടെ പറയുന്നുണ്ട്. യസ്യ ബ്രഹ്മചക്ഷത്രം ച ഉപേ ഭവത ഓദനഃ മൃത്യുരസ്യോപസേചനം കാ ഇത്ഥാ വേദയത്വസഃ. അപ്പോ അവരെല്ലാവരും തന്നെ ഭഗവാന് ഭക്ഷണമായിട്ട് തീരും. ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാവരും ഭഗവാന് ഭക്ഷണമായിട്ട് തീരും എന്നുള്ള ഭഗവാൻ അത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള സർവസംഹാരിയായിട്ടുള്ള ആ ഭഗവാന്റെ വിശ്വരൂപമാണ് അർജുനൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുക മാത്രമല്ല ഭഗവാൻ ഇവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ദേവിത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാഃ പ്രത്യനീകേഷു യോദ്ധാഃ. പാണ്ഡവരൊഴികെ ഇരു കക്ഷികളിലും പെട്ട എല്ലാ പോരാളികളും വധിക്കപ്പെടും. വാസ്തവത്തിൽ അർജുനന് യുദ്ധം ചെയ്യാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അർജുനന്റെ ഒരു മനോഭാവം. നമ്മുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിരുന്നു. അപ്പൊ പിന്നെ ആരെയും കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ സമയത്ത് തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ എന്തുകൊണ്ടാ പറയുന്നത്, അതിന്റെ ക്രെഡിറ്റ് നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വാസ്തവത്തില് നീ ഇല്ലെങ്കിലും ഇവരെയൊക്കെ ഞാൻ വധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. നിമിത്തമാത്രം ഭവ സവ്യസാചൻ പറയുന്നുണ്ട്. അത് ഞാൻ നിന്നെ വെറും ഒരു ഇൻസ്ട്രുമെന്റ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ ഞാൻ ഓൾറെഡി വധിച്ചു കഴിഞ്ഞു. അതിവിടെ ഈ വിശ്വരൂപ ദർശനത്തിൽ കൂടെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അർജുനൻ പൊരുതിയില്ല എന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ മരിക്കും. കാരണം കാലഹാസ്മി, ഞാൻ കാലത്തിന്റെ രൂപത്തിൽ വന്നിട്ട് അവരെല്ലാം സംഹരിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഭഗവാൻ ആരെങ്കിലും വധിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ അർജുനനല്ല, യുധിഷ്ഠിരനല്ല, ആര് തന്നെ വിചാരിച്ചാലും അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഭഗവാൻ ആരെയെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അവരെ ആർക്കും വധിക്കാനും സാധിക്കില്ല. രാക്കേ കൃഷ്ണ മാരേ കൃഷ്ണ രാക്കേക്കെ എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ആരെങ്കിലും കൃഷ്ണൻ രക്ഷിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അയാളെ വധിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും കൃഷ്ണൻ വധിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അയാളെ രക്ഷിക്കാനും സാധിക്കില്ല. അപ്പോ അതാണ് ആ ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം 7-ാം സ്കന്ധത്തില് പ്രഹ്ലാദന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം രീതിയിൽ സ്വന്തം പിതാവ് പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ശ്രമിച്ചു, അല്ലെ? വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. അതുപോലെ തന്നെ ഘോര സർപ്പങ്ങളെ കൊണ്ട് കടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം സ്വന്തം സഹോദരി ഹോളികയോട് പ്രഹ്ലാദനെ എടുത്തുകൊണ്ട് തീയിനകത്ത് കയറിയിരിക്കാനായിട്ട് പറഞ്ഞു. കാരണം അവൾക്കൊരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു, തീയിന് അവളെ സംഹരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു, അവള് ഏതെങ്കിലും ചീത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഗ്നി അവളെ സംരക്ഷിക്കില്ല എന്നുള്ളത്. പക്ഷെ ഹിരണ്യകശിപുവിന്റെ നിർബന്ധ പ്രകാരം പ്രഹ്ലാദനെ മടിയിലിരുത്തിക്കൊണ്ട് ഹോളിക അഗ്നിയിൽ പ്രവേശിച്ചു. ഹോളിക ചത്തുപോയി, പക്ഷെ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. അപ്പൊ ഏതൊക്കെ രീതിയിൽ സ്വന്തം പിതാവ് വധിക്കാൻ ശ്രമിച്ചിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് പ്രഹ്ലാദൻ എല്ലാ സമയത്തും എല്ലാതരം സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഹിരണ്യകശിപുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ വധിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഹിരണ്യകശിപുവിന്റെ ചരിത്രം. ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് വരം ചോദിച്ചു. അപ്പൊ വരം ചോദിക്കുന്ന സമയത്ത് താൻ വളരെ ബുദ്ധിപരമായിട്ടുള്ള വരമാണ് ചോദിക്കുന്നത് എന്നായിരുന്നു ഹിരണ്യകശിപുവിന്റെ വിചാരം. നാന്തർബഹിർദിവാനക്തം അന്യസ്മാദപി ചായുധൈഹി ന ഭൂമൗ ന അംബരേ മൃത്യുർ ന നരൈർ മൃഗൈരവി. ഞാൻ പുറത്തു വെച്ച് വധിക്കപ്പെടാൻ പാടില്ല, ന അന്തരെ ഞാൻ അകത്തു വെച്ച് വധിക്കപ്പെടാൻ പാടില്ല, ദിവ പകല് വധിക്കപ്പെടാൻ പാടില്ല, നക്തം രാത്രി വധിക്കപ്പെടാൻ പാടില്ല,
അന്യസ്മാദപി ചായുധ, ഒരു ആയുധങ്ങൾ കൊണ്ടും അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടും വധിക്കപ്പെടാൻ പാടില്ല. ന ഭൂമോ, ഭൂമിയിൽ വെച്ച് വധിക്കപ്പെടാൻ പാടില്ല. ന അമ്പരെ, ആകാശത്ത് വധിക്കപ്പെടാൻ പാടില്ല. ന നരെ, മനുഷ്യരാൽ വധിക്കപ്പെടാൻ പാടില്ല. ന മൃഗയെ, മൃഗങ്ങളാൽ വധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ വളരെ ബുദ്ധിപരമായിട്ടാണ് താൻ വരം ആവശ്യപ്പെട്ടത് എന്നുള്ളതായിരുന്നു ഹിരണ്യകശിപുവിന്റെ വിചാരം. ബ്രഹ്മദേവനും ഇത്രയൊക്കെ ഇദ്ദേഹം തപസ് ചെയ്താലേ എന്ന് വിചാരിച്ചിട്ട് തഥാസ്തു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും ഭഗവാൻ നരസിംഹരൂപത്തിൽ അവതരിച്ചിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭഗവാൻ ആരെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അയാളെ വധിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ ആർക്കും രക്ഷിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ വിശ്വമൂർത്തിയായിട്ട് ഇവിടെ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ കാലത്തിന്റെ രൂപത്തിൽ വന്നിട്ട് സമയാസമയത്തിൽ ആരൊക്കെ വധിക്കണം എന്നുള്ളത് എനിക്കറിയാം. അവരെല്ലാം ഞാൻ വധിക്കും. നിങ്ങൾ പാണ്ഡവരൊഴിയുന്നുണ്ടെന്ന് എന്താണ് ഇവിടെ എടുത്തു പറയുന്നത്? കാരണം അവര് വളരെ പയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെ ഒരിക്കലും ഭഗവാൻ അങ്ങനെ ഒരു ഇതിൽ പെടുത്തില്ല. മാത്രമല്ല അവരെ ഏതൊരു സാഹചര്യത്തിലും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. നമുക്കറിയാം ഏതെല്ലാം രീതിയിൽ ഭീമസേനനെ വധിക്കാനായിട്ട് ശ്രമിച്ചു കൗരവന്മാര്. അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ ദ്രൗപദിയെ അവഹേളിക്കാനായിട്ട് ശ്രമിച്ചു. ഇതിൽ നിന്നെല്ലാം തന്നെ ആ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള കൃപ കൊണ്ട് അവർക്ക് ആ സമയാസമയങ്ങളുടെ മോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഭഗവാന്റെ കൃപ നേടലാണ് നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തില് പുരോഗതിക്ക് ആവശ്യം. ഭൗതികമായിക്കോട്ടെ ആധ്യാത്മികമായിക്കോട്ടെ ഏതൊരു കാര്യത്തിനും നമുക്ക് വളരെ സമാധാനത്തോട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ വേണം. അതിന് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ സാരാംശത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാമ ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, ഗുരു പ്രേമാനന്ദി. നാളെ ഏകാദശി.